ഹേ ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ ഈദ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഫസ്റ്റ് ഒരു ഇൻട്രോ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് ബോറായതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ വോയിസ് ഓവർ കൊടുക്കുക കേട്ടോ. മെഹന്തി ഔട്ട്ഫിറ്റൊക്കെ ഇങ്ങനെ കാണിക്കണമെന്ന്. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് പ്ലാനൊന്നുമില്ല. സാധാരണ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്കൊക്കെ ഇങ്ങനെ പോവാറാണ്. അപ്പോൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്കും പിന്നെ തറവാട്ടിൽ ഉമ്മമാനെ കാണാനൊക്കെ അങ്ങനെ പോകുന്നുണ്ടോ. അപ്പോൾ രാവിലെ തന്നെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് നിന്നപ്പോഴത്തിന് നമ്മുടെ നെയ്ബേഴ്സ് ലാമി മോളൊക്കെ വന്നിട്ടോ ഒരുങ്ങാൻ. അപ്പോൾ അനുവിൻ്റെ വീട്ടിലെ രണ്ടാമത്തെ പെരുന്നാളാണ് ഇത്. അപ്പോൾ ഇവിടുത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. കുറേ വീഡിയോസൊക്കെ എനിക്ക് ശരിക്കും മിസ്സായിട്ടോ. രാവിലെ പള്ളിക്കെന്നുള്ള തക്ബീർ ചൊല്ലണതും അതേപോലെ നമ്മൾ മെഹന്തി ഉരുകാണ്ട് റെഡ് കളറായി നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് അതൊക്കെ ഒരു പെരുന്നാളിൻ്റെ ഒരു ഫീല് കിട്ടുന്ന കാര്യങ്ങളാണല്ലോ. അതൊക്കെ ആ ടൈമിലൊക്കെ നമ്മൾ ഭയങ്കര ബിസി ആയിരുന്നു കേട്ടോ. പള്ളിക്കൽ നമുക്ക് 7:30 പെരുന്നാൾ നമസ്കാരം. അപ്പോൾ വീട്ടിൽ ആണുങ്ങൾ വരുമ്പോൾ നമ്മൾ ഫുഡൊക്കെ സെറ്റാക്കി വെക്കുമല്ലോ. ഫുഡ് നമ്മൾ ഉണ്ടാക്കിയത് ചിക്കൻ ദം ബിരിയാണി, അതേപോലെ സേമിയ പായസം, ചിക്കൻ ഫ്രൈ, പിന്നെ നമ്മൾ പുഡിങ്, സ്പെഷ്യൽ ക്യാരറ്റ് പുഡിങ് ഒക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. പിന്നെ നമ്മളവിടെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ കുറേ ഉണ്ടാക്കും കേട്ടോ. നമ്മൾ നെയ്ബേഴ്സിനൊക്കെ കൊടുക്കാൻ ക്രിസ്ത്യൻസ് ഹിന്ദുസ് എല്ലാവരും കൂടിയാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. എല്ലാവരും ഉണ്ട് നമ്മളെ അടുത്ത് തന്നെ. അപ്പോൾ എല്ലാ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കും. അതേപോലെ എൻ്റെ ഒരു ഫ്രണ്ട് വരാമെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നെയ്ബേഴ്സിന് ഫുഡ് കൊടുക്കാൻ പോവാണ്. കൊണ്ടുകൊടുത്തിട്ട് അപ്പോൾ അഗി വന്നിട്ടോ വീട്ടിലേക്ക്. ഓക്കെ, ഞാൻ ഫസ്റ്റ് തന്നെ പുഡിങ്ങാണ് കേട്ടോ, ഞാൻ ഉണ്ടാക്കിയതാണ്, ടേസ്റ്റ് നോക്ക് എന്നൊക്കെ പറഞ്ഞാണ്ട് ഫസ്റ്റ് തന്നെ ഞാൻ ഇതാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ധൈര്യത്തിന് ഫസ്റ്റ് എനിക്ക് എടുത്തരാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡ് വിളമ്പി. ഉമ്മച്ചീൻ്റെ ചിക്കൻ ബിരിയാണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് കഴിക്കില്ല അതേ ഒരു ഫീലാണ് ശരിക്കും വീട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ തന്നെ. ചിക്കൻ ഫ്രൈയോ ഇതൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഞങ്ങൾ ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറേ ടൈം അവിടെ സംസാരിച്ചിരുന്നു. പിന്നെ ഫോട്ടോ എടുക്കാൻ വീട്ടിൽ നിന്ന് നല്ലത് കിട്ടായിട്ട് ഞങ്ങൾ പുറത്ത് എവിടെയെങ്കിലും പോയി എടുത്താലോ എന്നിങ്ങനെ പ്ലാനാക്കി. ഞാനും സനുവും ഉമ്മച്ചിയും അനുവും ഉള്ളു കേട്ടോ. പിള്ളേരൊക്കെ നേരത്തെ തന്നെ തറവാട്ടിൽ പോയിരുന്നു. ഫസ്റ്റ് ഞങ്ങൾ തറവാട്ടിൽ പോയിട്ടാണ് പിന്നെ ഫോട്ടോ എടുക്കാൻ പോയത്. അപ്പോൾ ആ ഫോട്ടോസൊക്കെ ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും അത് കാണണം. പിന്നെ ഈ വീഡിയോസ് ഫസ്റ്റായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും കൂടെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് കുറേ പ്രോബ്ലംസും എന്തൊക്കെ എനിക്ക് പറയണം, ആഡ് ചെയ്യണം അതൊന്നും അറിയില്ല. കമൻറ്റിൽ എല്ലാവരും അതൊക്കെ ഒന്ന് റെഡിയാക്കി തരണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.